ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് നാളെ നടക്കുന്ന രണ്ടാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്നലെ അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചാരണം. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തം. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. മത്സരരംഗത്ത് 194 സ്ഥാനാർത്ഥികൾ. നാലാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നുകൂടി. 5ാം ഘട്ടത്തിന്റെ വിജ്ഞാപനം നാളെ. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. പാലക്കാട് ജില്ലയിൽ നാളെ വരെ ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് അധികൃതർ. മലേറിയയ്ക്കെതിരെ പോരാട്ടം ത്വരിതപ്പെടുത്തുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക മലേറിയ ദിനം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ജയം. വാർത്തകൾ വിശദമായി. രണ്ടാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണം ഇന്നലെ അവസാനിച്ചു. 1 മാസത്തിലേറെ നീണ്ടുനിന്ന പ്രചാരണത്തിനാണ് ഇന്നലെ സമാപനമായത്. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീരിലെയും 89 മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. വിശദാംശങ്ങളിലേക്ക്. വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള നിശബ്ദ പ്രചാരണമായിരിക്കും ഇന്ന് നടക്കുക. നാളെ രാവിലെ 7 മുതൽ വൈകുന്നേരം 6 മണിവരെയാണ് വോട്ടെടുപ്പ്. ജൂൺ 4-നാണ് ഫലപ്രഖ്യാപനം. കേരളത്തിലെ 20-ഉം കർണാടകയിലെ 14-ഉം രാജസ്ഥാനിലെ 13-ഉം ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ 8 വീതം മണ്ഡലങ്ങളിലും മധ്യപ്രദേശിൽ 7ഇടത്തും നാളെയാണ് വോട്ടെടുപ്പ്. അസം, ബീഹാർ എന്നിവിടങ്ങളിലെ 5 വീതം സീറ്റുകളിലും ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ 3 വീതം മണ്ഡലങ്ങളിലും മണിപ്പൂരിലെയും ത്രിപുരയിലെയും ജമ്മുകശ്മീരിലെയും ഓരോ മണ്ഡലത്തിലും രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. വോട്ടർ ID കാർഡുകൾ കൈവശമില്ലാത്തവർക്ക് ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ് ഉൾപ്പെടെ ഫോട്ടോ പതിച്ച മറ്റ് 12 അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യാവുന്നതാണ്. നിശബ്ദ പ്രചാരണം അനുവദിച്ചിട്ടുള്ള 48 മണിക്കൂർ സമയപരിധിയിൽ ഉച്ചഭാഷിണികളുടെ ഉപയോഗം, ജാഥകൾ, പ്രകടനങ്ങൾ എന്നിവയ്ക്ക് അനുവാദമില്ല. നിയമവിരുദ്ധമായി ആളുകൾ കൂട്ടം ചേരുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്യുന്നതിനും വിലക്കുണ്ട്. വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതുവരെയുള്ള 48 മണിക്കൂർ മദ്യവിതരണത്തിനും വിൽപ്പനയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി അരമണിക്കൂർ കഴിയും വരെ എക്സിറ്റ് പോളുകൾക്കും നിരോധനമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി 2,70,49,159 വോട്ടർമാരാണ് നാളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. ഇതിൽ 5,34,394 പേർ കന്നി വോട്ടർമാരാണ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണിവരെയാണ് വോട്ടെടുപ്പ്. 194 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. ആകെ 25,358 പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ഇതിൽ 2,776 എണ്ണം മാതൃകാ പോളിംഗ് ബൂത്തുകളാണ്. 555 ബൂത്തുകൾ സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്നവയായിരിക്കും. കുടിവെള്ളം, ശൌചാലയം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ എല്ലാ ബൂത്തുകളിലും ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ഉയർന്ന പകൽച്ചൂട് കണക്കിലെടുത്ത് കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഇത്തവണയുണ്ടാകും. സ്ത്രീ സൌഹൃദ, ഭിന്നശേഷി സൌഹൃദ ബൂത്തുകളും ഹരിത ബൂത്തുകളും വോട്ടെടുപ്പിന് സജ്ജമായി കഴിഞ്ഞു. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ നാളെ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായി. 41,976 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് തിരഞ്ഞെടുപ്പ് ജോലികൾക്കായി നിയോഗിച്ചിരിക്കുന്നത്. 183 ഡിവൈഎസ്പിമാരും 100 ഇൻസ്പെക്ടർമാരും സബ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ തസ്തികയിലുള്ള 4,540 പേരും തിരഞ്ഞെടുപ്പിന് സുരക്ഷയൊരുക്കും. 23,932 സിവിൽ പോലീസ് ഓഫീസർമാരും ആംഡ് പോലീസ് ബറ്റാലിയനിൽ നിന്നുള്ള 4,383 പോലീസ് ഉദ്യോഗസ്ഥരും വിവിധ കേന്ദ്രസേനകളിൽ നിന്ന് 4,464 ഉദ്യോഗസ്ഥരും തിരഞ്ഞെടുപ്പിൽ സുരക്ഷാ ചുമതല നിർവഹിക്കും. ഹോംഗാർഡിൽ നിന്ന് 2,874 പേരെയും തമിഴ്നാട് പോലീസിൽ നിന്ന് 1,500 പേരെയും നിയോഗിച്ചിട്ടുണ്ട്. 24,327 സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരും ഡ്യൂട്ടിയിലുണ്ടാകും. ആദ്യമായി വോട്ട് ചെയ്യുന്നവരടക്കം എല്ലാ വോട്ടർമാരും സമ്മതിദാനം വിനിയോഗിച്ച് രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളികളാവണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിലെ തിരക്ക് ഒഴിവാക്കാൻ റെയിൽവേ മംഗളൂരു സെൻട്രലിലും കൊച്ചുവേളിക്കുമിടയിൽ പ്രത്യേക സർവീസ് നടത്തും. മംഗളൂരു സെൻട്രൽ, കൊച്ചുവേളി, കൊച്ചുവേളി മംഗളൂരു സെൻട്രൽ സ്പെഷ്യൽ എക്സ്പ്രസുകളാണ് പ്രത്യേക സർവീസ് നടത്തുക.
സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും മറ്റ് പോളിംഗ് സാമഗ്രികളുടെയും വിതരണം ഇന്ന് നടക്കും. രാവിലെ 8 മുതൽ പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രങ്ങളിലാണ് വിതരണം. പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിന്റെ ചുമതല ബന്ധപ്പെട്ട തഹസീൽദാർമാർക്കും വോട്ടിംഗ് മെഷീൻ, വിവിപാറ്റ് മെഷീൻ എന്നിവയുടെ വിതരണ ചുമതല ബന്ധപ്പെട്ട അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർക്കുമാണ്. പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ശേഷം ഉദ്യോഗസ്ഥരെ പ്രത്യേകം വാഹനങ്ങളിൽ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കും. അതേസമയം സംസ്ഥാനത്ത് പോളിംഗ് സ്റ്റേഷനുകളിലായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിന് പുറമെ കർണാടകയിലെ 14, രാജസ്ഥാനിലെ 13, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ 8 വീതം മണ്ഡലങ്ങളിലും മധ്യപ്രദേശിൽ 7 നാളെ വോട്ടെടുപ്പ്. അസം, ബീഹാർ എന്നിവിടങ്ങളിലെ 5 വീതം സീറ്റുകളിലും ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ 3 വീതം മണ്ഡലങ്ങളിലും മണിപ്പൂരിലെയും ത്രിപുരയിലെയും ജമ്മുകശ്മീരിലെയും ഓരോ മണ്ഡലത്തിലും 2ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. 4ാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെയാണ്. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 29 അടുത്ത മാസം 13 നടക്കുന്ന 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും മുഴുവൻ സീറ്റുകളിലും തിരഞ്ഞെടുപ്പ് നടക്കും. 5ാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അടുത്ത മാസം 3 പത്രികകളുടെ സൂക്ഷ്മ പരിശോധന 4 നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി അടുത്ത മാസം 6 വോട്ടെടുപ്പിൽ ഇവിഎം വോട്ടുകളും വിവിപാറ്റ് സ്ലിപ്പുകളും 100% ഒത്തുനോക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി വിധി പറയാൻ മാറ്റി. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നാളെ തിരുപ്പതിയും ഹൈദരാബാദും സന്ദർശിക്കും. തിരുപ്പതി ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്ര ദർശനത്തിന് ശേഷം ദേശീയ സംസ്കൃത സർവകലാശാലയുടെ 3ാമത് ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശിൽ വിവിധ റാലികളിൽ പങ്കെടുക്കും. മൊറേനയിലെ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ രാവിലെ 11 മണിക്കാണ് പൊതുസമ്മേളനം. ഇന്നലെ നടന്ന 2 തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു. 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലെ 8 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇന്നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ ഇന്നലെ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഛത്തീസ്ഗഡിലെ ദന്തേവാഡ ജില്ലയിൽ 8 മാവോയിസ്റ്റുകൾ പോലീസിന് മുന്നിൽ കീഴടങ്ങി. പ്ലറ്റൂൺ കമാൻഡറും 3 സ്ത്രീകളും ഇതിൽ ഉൾപ്പെടുന്നു. നിരായുധീകരണം, ആയുധ സംഭരണം, കയറ്റുമതി എന്നിവ തടയുന്നത് സംബന്ധിച്ച ഇന്ത്യ ജപ്പാൻ 10ാം വട്ട ചർച്ച ജപ്പാനിലെ ടോക്കിയോയിൽ നടന്നു. ആണവ, രാസ, ജൈവ ആയുധങ്ങളുടെ വികസനം, നിരായുധീകരണം എന്നീ വിഷയങ്ങൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. ഇന്ന് ലോക മലേറിയ ദിനം. മലേറിയ നിയന്ത്രിക്കാനും പൂർണ്ണമായും ഇല്ലാതാക്കാനുമായി ആഗോള ശ്രമങ്ങളെപ്പറ്റി അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഏപ്രിൽ 25 ലോക മലേറിയ ദിനമായി ആചരിക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ 4 റൺസിന് പരാജയപ്പെടുത്തി. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ഉയർത്തിയ 224 റൺസ് വിജയം പിന്തുടർന്ന ഗുജറാത്തിന് 8 വിക്കറ്റ് നഷ്ടത്തിൽ 220 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ISL ഫുട്ബോളിലെ ആദ്യ പാദ സെമി ഫൈനലിൽ മുംബൈ സിറ്റി 2-3 ഗോളുകൾക്ക് FC ഗോവയെ പരാജയപ്പെടുത്തി. ഗോവയിലായിരുന്നു മത്സരം. ഷാങ്ഹായ് അമ്പെയ്ത്ത് ലോകകപ്പ് സ്റ്റേജ് 1-ൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ കടന്നു. അഭിഷേക് വർമ്മ, പ്രിയാൻഷ്, പ്രത്മേഷ് ഫ്യൂച്ച് എന്നിവരടങ്ങിയ പുരുഷ ടീം സെമിയിൽ ദക്ഷിണ കൊറിയൻ താരങ്ങളെയാണ് പരാജയപ്പെടുത്തിയത്. ദുബായിൽ നടക്കുന്ന ഏഷ്യൻ അണ്ടർ-20 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ദിനം ഇന്ത്യയ്ക്ക് 4 മെഡലുകൾ. ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം ദീപാൻഷു ശർമ്മയ്ക്കാണ് സ്വർണം. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. പാലക്കാട് ജില്ലയിൽ നാളെ വരെ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജില്ലയിൽ താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. കൊല്ലം ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ ഉപദ്വീപിന്റെ കിഴക്ക്, തെക്ക് ഭാഗങ്ങളിൽ അടുത്ത 5 ദിവസം കൂടി ഉഷ്ണതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം. ഒഡീഷ തീരപ്രദേശം, പശ്ചിമബംഗാൾ, സിക്കിം, കർണാടകത്തിലെ ഉൾപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ തീവ്ര ഉഷ്ണതരംഗമായിരിക്കും അനുഭവപ്പെടുക. മിസോറാമിൽ ആഫ്രിക്കൻ പന്നിപ്പനി റിപ്പോർട്ട് ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രത. 174 പന്നികളാണ് രോഗബാധയെ തുടർന്ന് ചത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് നാളെ നടക്കുന്ന 2ാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചാരണം. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തം. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. മത്സരരംഗത്ത് 194 സ്ഥാനാർത്ഥികൾ. 4ാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നുകൂടി. 5ാം ഘട്ടത്തിന്റെ വിജ്ഞാപനം നാളെ.
കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. പാലക്കാട് ജില്ലയിൽ നാളെ വരെ ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് അധികൃതർ. മലേറിയയ്ക്കെതിരെ പോരാട്ടം ത്വരിതപ്പെടുത്തുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക മലേറിയ ദിനം. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.